ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 10 ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേർബ്സ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, പിന്നെ ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് എ വേവ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഈ 5 എണ്ണം എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡാണ് നോക്കാം. ഒരു ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കുലർ വിത്ത് ഇൻ എ വേവ് ഈസ് ഡിപ്പിക്റ്റഡ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ടൈമും പിന്നെ വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സെൻറ്റിമീറ്ററുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫിഗർ നന്നായി നോക്കുക. അവിടെ എത്ര ഓസിലേഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഓന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിയിൽ എൻഡ് ചെയ്യുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് പറയാറുള്ളത് അല്ലേ. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിന്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ വേവ്. എന്താണ് അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് O ആണ് അല്ലേ, ഈ 0 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെയാണ് വരുന്നത്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നുണ്ട്, സി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നുണ്ട്, ഇ എന്ന് പറഞ്ഞ പോയിന്റിലും വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? എ സി ഇ. എ സി ഇ ആണ് വരിക. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് എത്രയാണ് നോക്കാം നമുക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. എത്രയാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്? ഈ പോയിൻ്റ് അല്ലേ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ആണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക കേട്ടോ. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ്? ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് പീരീഡ് എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ 1.1 വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ് ടേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യണം. അതിന് എത്ര ടൈമാണ് എടുക്കുന്നത്? ഇവിടെ 0.5 1 സെക്കൻഡാണ് എടുക്കുന്നത് അല്ലേ. 1 സെക്കൻഡാണ് അവിടെ വരിക. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡാണ് വരിക. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വേവിൻ്റെ പീരീഡ് എത്രയെന്നാന്ന് പറയാം? 1 സെക്കൻഡ് ആണെന്ന് പറയാം. ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾ ദാറ്റ് പാസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി പറയുന്നത്. അടുത്ത ഫ്രീക്വൻസി പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയിൽ ഒരു സെക്കൻഡ് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര, ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും അല്ലേ. അവിടെ എത്ര ഓസിലേഷൻസ് ഉണ്ടായി? 1. ഒരെണ്ണം കംപ്ലീറ്റ് ആയി. അപ്പോൾ എത്ര അവിടെ ഫ്രീക്വൻസി വരുന്നത്? 1 ഹെഡ്സ്. 1 ഹെഡ്സ് ആണ് അവിടെ വരുന്നത്. ഫ്രീക്വൻസി വരുന്നത് 1 ഹെഡ്സ് ആണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രീക്വൻസി എന്താണെന്നൊക്കെ കേട്ടോ. If the wave shown in figure 1.11 takes 1 second to travel from 0 to O to D, find the frequency of the wave. O to ഡിയിൽ 1 സെക്കൻഡ് ആണ്. O to ഡിയിൽ 1 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് ഫ്രീക്വൻസി വരുന്നത്? അവിടെ എത്രയാണ് വരുന്നത് ഓസിലേഷൻസ്? ഒരു സൈക്കിളല്ലേ കംപ്ലീറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് സൈക്കിള്. അപ്പോൾ ഒരു സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 1 ഹെഡ്സ് തന്നെയാണ് വരിക കേട്ടോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടാണ് തരംഗ ദൈർഘ്യം എന്നാണ് വേവ് ലെങ്ത്തിന് പറയുക കേട്ടോ. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന്
ഇതും ഇതും സെയിം ഫേസ് ആണല്ലേ. അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുക. ഇനി പി ഇവിടെയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കും. പിയും ക്യൂവും നമുക്ക് എന്ത് പറയാം? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയാം. ഇനി ഡിയും എച്ചും തമ്മിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെയിം ഫേസിൽ നിന്ന് തുടങ്ങുന്ന ഡിസ്റ്റൻസ് കേട്ടോ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റസ് ഓർ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്സ് ഈസ് ആൾസോ കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള ട്രഫ് അല്ലെങ്കിൽ ട്രഫ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രസ്റ്റ് എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഇതാണല്ലേ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. ഇത് ട്രഫ് ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ കേട്ടോ. ഓക്കെ, Greek letter lambda is used to denote wavelength. The unit of wavelength is meter. അത് ഞാൻ പറഞ്ഞതാണ്. ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ളത് ലെറ്റർ ആണ്. നമ്മൾ വേവ് ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ്. ശ്രദ്ധിക്കുക, യൂണിറ്റ് പഠിച്ചിരിക്കണം. യൂണിറ്റ് നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇൻ ഫിഗർ 1.13 എ വിച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് പാർട്ടിക്കിൾ എ. സെയിം ഫേസ് ഓഫ് പാർട്ടിക്കിൾ എയുടെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ വരുന്നത് ഏതാ? ഫിഗർ നോക്കുക. ഇതാണല്ലേ ഈ എയുടെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ മുകളിൽ വരുന്നത് ഏതാ? ഇ അല്ലേ വരുന്നത്? സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ വരുന്നത് എയുടെ ഇ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇ എന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് ഇൻ ദ കേസ് ഓഫ് പി എടുത്ത് നോക്കുമ്പോൾ പിയുടെ നേരെ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ വരുന്നത് എന്താണ്? ക്യൂ ആണല്ലേ. ക്യൂ ആണ്. ഇനി ആറിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ വരിക? സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ വരുന്നത് എസ് ആണ്. ബിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലോ ബി വരുന്നത് ഇവിടെ. ബിയുടെ വരുന്നത് നേരെ നോക്കുക എഫ് ആണല്ലേ. ബിയുടെ വരുന്നത് എഫ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ 1.13 വിച്ച് റെപ്രസെൻറ്റ്സ് ദ വേവ് ലെങ്ത് ലാംഡ CR ഓർ RR. 1.13 എന്താണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത്? CR ആണോ RR ആണോ? നമ്മുടെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് RR ആണ് കേട്ടോ വരിക. കാരണം രണ്ട് എന്താ പറയുക റെയർ ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പറയാം അല്ലേ. അല്ലെങ്കിൽ രണ്ട് കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ അതാണ് അവിടെ പറയാൻ പോകുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇത് ഈ ഫിഗറാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഫിഗറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം എന്താണ്? ഇവിടെ C കൊടുത്തിട്ടുണ്ട്, ഇവിടെ R കൊടുത്തിട്ടുണ്ട്, ഇവിടെ C കൊടുത്തിട്ടുണ്ട്, R കൊടുത്തിട്ടുണ്ട്, C കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത് വിച്ച് റെപ്രസെൻറ്റ്സ് ദ വേവ് ലെങ്ത് ലാംഡ. സിയും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ? ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണോ? ആറും ആണ്. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് റെയർ ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ. കംപ്രഷനും ആവാം റെയർ ഫ്രാക്ഷനും ആവാം. അല്ലാണ്ട് കംപ്രഷനും റെയർ ഫ്രാക്ഷനും നമ്മൾ പറയില്ല. സോ RR ആണ് അതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ. ഹിയർ CR റെപ്രസെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ CRൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? CRൻ്റെ ഡിസ്റ്റൻസ് നോക്കൂ നിങ്ങൾ. C തൊട്ടിട്ട് C വരെ ലാംഡയാണ്. CR എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ് അല്ലേ. സോ ലാംഡ ബൈ 2 വരും.
ഓക്കെ. അടുത്തത് നമുക്ക് ഫൈനലി പറയാനുള്ളത് സ്പീഡ് ഓഫ് ദ വേവ് എന്നാണ്. ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു വേവ് 1 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറയുന്നത്. യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇഫ് എ വേവ് ട്രാവൽസ് 700 മീറ്റർ ഇൻ 2 സെക്കൻഡ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ് എന്നാണ് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ് അവർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ? 700 മീറ്റർ എന്താണ്, ഇഫ് ദ വേവ്, ഒരു വേവ് ട്രാവൽ ചെയ്യുകയാണ്, എത്ര സെക്കൻഡിലാണ് ട്രാവൽ ചെയ്യുന്നത്? 2 സെക്കൻഡിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. വി ഈക്വൽ ടു, സ്പീഡ് നമുക്ക് വി എന്ന് കൊടുക്കാം, വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്, എഴുതിക്കോളൂ. വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡി ബൈ ടൈം ടി. ഡിസ്റ്റൻസ് നമുക്കറിയാം 700 മീറ്റർ ആണെന്ന്. 700 ബൈ ടി 2 സെക്കൻഡ് ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 350. വേവിൻ്റെ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അടുത്തത് നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പ്ലേസ് എ സ്ലിംഗി ഓൺ എ ടേബിൾ, stretch both ends of it, hold one end of the slingy and oscillate it to produce a transverse waveform that increase the frequency of oscillation. Observe the change in frequency and wavelength of the waveform generated in the slingy. നിങ്ങൾ ചെയ്ത് നോക്കുക. If the frequency of the wave is changed, will the wavelength change എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വേവ് കൊടുത്തിട്ടുണ്ട്. സെയിം ആംപ്ലിറ്റ്യൂഡ് പാസിങ് ത്രൂ എ മീഡിയം അറ്റ് സെയിം ടൈം ഇൻ്റർവെൽ. ഫിഗർ 1.14a നോക്കുക. അതിൻ്റെ വേവ് ലെങ്ത്ത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവണത് അല്ലേ. അതിൻ്റെ ഒരു വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വേവ് ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്ത്? ഫിഗർ ബിയിലോ ഇവിടെ നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇവിടെ എൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ വരുന്നത്? 2 ആണല്ലേ. അപ്പോൾ അവിടെ വരുന്നത് 2 മീറ്റർ ആണ് അവിടെ വരുന്നത്. ഓക്കെ, in figure 1.14, if both the waves takes 1 second to travel a distance of 12 meter, what is the frequency of the wave? എന്താ പറഞ്ഞത്? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. അപ്പോൾ 12 മീറ്റർ എന്ന് 12 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ എൻഡ് പോർഷൻ ആണല്ലേ. ഈ എൻഡ് പോർഷനാണ് 12 മീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര ഫ്രീക്വൻസി വന്നു? ഇവിടെ തൊട്ട് ഇവിടെ വന്ന് എത്ര ഫ്രീക്വൻസി വന്നു? ഇവിടെ 1, പിന്നെ അടുത്തത് 2, പിന്നെ അടുത്ത് 3. അപ്പോൾ 3 ഹെഡ്സ്, നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് ആണല്ലേ. ഓക്കെ, ഇനി 1 രണ്ടാമത്തെ ഫിഗറിൽ കേട്ടോ. രണ്ടാമത്തെ ഫിഗറിൽ എത്രയാണ് അവിടെ ഫ്രീക്വൻസി വരുന്നത്? നമ്പർ ഓഫ് ഓസിലേഷൻസ് നിങ്ങൾ എണ്ണി നോക്ക്. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, 4, 5,
6 കണ്ടോ, 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 6 ആണ് വരുന്നത്. അപ്പോൾ 6 ഹെഡ്സ് ആണ് കേട്ടോ. ഇവിടെ 6 ഹെഡ്സ് വരും. വിച്ച് വേവ് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത്ത്, ഏതിനാണ് ലോങ്ങർ വേവ് ലെങ്ത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിനായിരിക്കും? ഫസ്റ്റത്തേനാണ് ലോങ്ങർ വേവ് ലെങ്ത്ത് ലാംഡ കൂടുതൽ വരുന്നത് അല്ലേ. പക്ഷെ ഫ്രീക്വൻസി ഏതിനാണ് കൂടുതൽ? സെക്കൻഡ് വണ്ണിനാണ് ഫ്രീക്വൻസി കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരെ റിലേഷൻ പറയുന്നത്? വേവ് ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും എന്ന് മനസ്സിലായി അല്ലേ. വേവ് ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയാൻ കാരണം when the speed is constant, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്, അതായത് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. അപ്പോൾ ആ ഒരു റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് സ്പീഡ് ഓഫ് ദ വേവും ഫ്രീക്വൻസിയും അതേപോലെ തന്നെ വേവ് ലെങ്ത്തും കൂടിയിട്ടുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്ത് ലാംഡ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യണതാണ് അല്ലേ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ. ആണ് വരിക, 2 മീറ്റർ വരും. പിന്നെ ഇഫ് ദ വേവ് ടേക്സ് 1 സെക്കൻഡ് ടു റീച്ച് എ ടു ഓയിലേക്ക് 1 സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? നമ്പർ ഓഫ് ഓസിലേഷൻ ആണല്ലേ. എത്രയാണ് ഉണ്ടെന്ന് എണ്ണി നോക്കൂ. ഇവിടം വരെ 1, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ 2, 3. അപ്പോൾ 3 ഹെഡ്സ് വരും. Is in the speed of the wave, the distance travelled by it in 1 second. What is the speed of the wave? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ദി വേവ് v എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. v എന്ന് പറയുന്നത് എഫ് ലാംഡയാണ് കേട്ടോ. v ഈക്വൽ ടു ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. നമുക്ക് ഈ റിലേഷൻ പഠിക്കുമ്പോൾ അതാണ് സെക്കൻഡിൽ നമ്മൾ പറയുന്നുണ്ട്. Find the relation between wavelength, frequency and speed of the wave. It is found that the speed of the wave is the product of its wavelength and frequency. Speed of the wave equal to frequency into wavelength. കാണിച്ചു തരാം. നമുക്ക് വേവ് ലെങ്ത്ത് എത്രയാണ് കിട്ടിയത്? 2 മീറ്റർ ആണ് കിട്ടിയത്. അടുത്തത് ഫ്രീക്വൻസി എത്രയാണ് കിട്ടിയത്? 6 ഹെഡ്സ് ആണ് കിട്ടിയത്. 6 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എന്താ റിലേഷൻ ഉള്ളത്? സോറി, 6 അല്ല, 3 ആണ് കേട്ടോ. 3 ആണ് കേട്ടോ കിട്ടിയത്. 3 ആണ് കിട്ടിയത്. അപ്പോൾ 3 × 2 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലേ. 6 ആണ്. സോ ആ 3 × 2 ആണ് നമ്മുടെ എന്തെന്ന് പറയണത്? സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് v ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷൻ. അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. v ഈക്വൽ ടു എഫ് ലാംഡ കേട്ടോ. v ഈക്വൽ ടു എഫ് ലാംഡയാണ് ആ റിലേഷൻ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എ വേവ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് ഡെപ്പിക്റ്റഡ് ഇൻ ദ ഫിഗർ. ഒരു ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ എ ഫിഗർ? എത്ര ക്രസ്റ്റ് ഉണ്ട്? 1, 2, 3. 3 ക്രസ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ. മുകളിലേക്ക് ഇട്ട് നോക്കാം. 1, 2, 3. ഇനി എത്ര ട്രഫ് ഉണ്ട്? ട്രഫ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. ട്രഫും എത്ര തന്നെയാണുള്ളത്? 3 ആണുള്ളത്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേവ് ലെങ്ത് എങ്ങനെ പറയാം? എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ. ഒന്നില്ലെങ്കിൽ 0 to ഇവിടുന്ന് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ തൊട്ടുള്ള ഡിസ്റ്റൻസ് 8 ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്താൽ 8 തൊട്ട് 16 വരെ. അപ്പോൾ 16 - 8 എടുക്കുമ്പോൾ എന്ത് വരും? 8 തന്നെ വരും. ഏത് വേണമെങ്കിലും എടുക്കാം.
ഇനിയൊരു പ്രോബ്ലം ആണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് വാസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് വി തന്നിട്ടുണ്ട്. എത്രയാണ്? 350 ആണെന്ന് തന്നിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡ്. എഫ് ഈക്വൽ ടു 35 ഹെർട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓഫ് ദ വേവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവർ. കോൺസിക്യൂട്ടീവ് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാംഡയാണ് അവർ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം. വി ഈക്വൽ ടു എഫ് ലാംഡ അറിയാം. അപ്പോൾ ലാംഡ ഈക്വൽ ടു ലാംഡേനെ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ആ ഇക്വേഷൻ എന്ത് വരും? ലാംഡ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി റൈറ്റ് സൈഡിൽ വി ഉണ്ട്. ഈ എഫ് ഇൻറ്റു എഫ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. വി ബൈ എഫ് എന്ന് വരും. അപ്പോൾ 350 ബൈ 35 എന്ന് വരും. ഈക്വൽ ടു എത്ര വരും? 10 മീറ്റർ എന്ന് ഉത്തരം കിട്ടും കേട്ടോ. ലാംഡ ഈക്വൽ ടു 10 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി. പിന്നെ അവർ ചോദിച്ചിട്ടുള്ളത് എന്താണ്? കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ ആണെങ്കിലും എന്ത് തന്നെയായിരിക്കും? ലാംഡ 10 മീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫ്രീക്വൻസി 175 ഹെർട്സ് തന്നിട്ടുണ്ട്. എഫ് 175 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. വേവ് ലാംഡ 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സ്പീഡ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയാം വി ഈക്വൽ ടു എഫ് ലാംഡയാണെന്ന് അറിയാം അല്ലേ. വി ഈക്വൽ ടു എഫ് ലാംഡ. എഫ് എത്രയാ? 175 ആണ്. 175 ഇൻറ്റു ലാംഡ 2 ഈക്വൽ ടു എത്ര കിട്ടും? 350. യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് വരും കേട്ടോ. ഇത്ര സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ് ഈ ഒരു ചെറിയ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ്. ഒരു ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസിയുടെ അളവെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 2 കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. അതേപോലെ 2 റയർ ഫ്രാക്ഷൻസ് തമ്മിലുള്ളതും വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വി ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഇക്വേഷൻ വെച്ചിട്ട് ഉള്ള പ്രോബ്ലം എന്തൊക്കെയാണ്? സ്പീഡും ഫ്രീക്വൻസിയും അതേപോലെ തന്നെ വേവ് ലെങ്ത്തും കണക്ട് ചെയ്തിട്ടുള്ള ഈ റിലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വി ഈക്വൽ ടു എഫ് ലാംഡ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു.